നമസ്കാരം. നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, ഒരു കമ്പനി എങ്ങനെയാണ് പുതിയ കഴിവുള്ള ആളുകളെ കണ്ടെത്തുന്നത്, അവരെ തിരഞ്ഞെടുക്കുന്നത്, എന്നിട്ട് അവരെ എങ്ങനെയാണ് തങ്ങളുടെ ടീമിന്റെ ഭാഗമാക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു യാത്രയെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഏതൊരു കമ്പനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ ആശയങ്ങൾ വേണം, പുതിയ ആളുകൾ വേണം. അപ്പോൾ ചോദ്യം ഇതാണ്: ഒരു കമ്പനി അതിന്റെ അടുത്ത ഇന്നൊവേറ്ററിനെ, അതായത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയാവുന്നതിലാണ് ഒരു കമ്പനിയുടെ വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസം പോലും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായൊരു ഹയറിംഗ് പ്രോസസ്സ് ഇത്രയധികം പ്രധാനപ്പെട്ടതാകുന്നത്. നമ്മുടെ ഈ ഒരു വിശകലനം 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം കഴിവുള്ളവരെ എങ്ങനെ കണ്ടെത്തുന്നു എന്ന് നോക്കാം. പിന്നെ കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ ആളെ കണ്ടെത്തണോ അതോ പുറത്തുനിന്ന് അന്വേഷിക്കണോ എന്നതിനെക്കുറിച്ച് സംസാരിക്കും. അത് കഴിഞ്ഞ് കിട്ടിയ അപേക്ഷകരിൽ നിന്ന് ഏറ്റവും ശരിയായ ആളെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കും. അവസാനം പുതിയതായി വരുന്ന ആളെ എങ്ങനെയാണ് ടീമിലേക്ക് സ്വാഗതം ചെയ്യുന്നതെന്നും അവരുടെ മുന്നോട്ടുള്ള വഴികളെക്കുറിച്ചും ചർച്ച ചെയ്യും. ശരി, അപ്പം നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിവുകൾക്കായുള്ള തെരച്ചിൽ. ഇവിടെ നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന വളരെ നിർണായകമായ ഒരു പ്രക്രിയയെക്കുറിച്ചാണ് ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇത് വെറുതെ ഒരു ഒഴിവിലേക്ക് ആളെ വിളിക്കുന്ന പരിപാടി മാത്രമല്ല, ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. അതായത് ശരിയായ ആളുകളെ തിരിച്ചറിയുക, അവരെ നമ്മുടെ കമ്പനിയിലേക്ക് ആകർഷിക്കുക, എന്നിട്ട് അവരിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നടത്തുക. ഇതിനെല്ലാം കൃത്യമായ ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ചിട്ടയായ പ്രക്രിയ എന്ന് വിളിക്കുന്നത്. റിക്രൂട്ട്മെന്റ് വെറും ഒരു ഒഴിവ് നികത്തൽ മാത്രമല്ല എന്ന് പറയാൻ കാരണമുണ്ട്. ഇതിലൂടെയാണ് ഒരു കമ്പനി ഏറ്റവും മികച്ച പ്രതിഭകളെ സ്വന്തമാക്കുന്നത്. ഓർക്കണം, ശരിയായ ആളെ ജോലിക്ക് വെച്ചാൽ ആളുകൾ പെട്ടെന്ന് ജോലി വിട്ടുപോകുന്നത്, അതായത് എംപ്ലോയി ടേൺ ഓവർ കുറയും. അത് കമ്പനിക്ക് വലിയൊരു സാമ്പത്തിക ലാഭം കൂടിയാണ്. അതുമാത്രമല്ല, നല്ലൊരു നിയമന പ്രക്രിയയുണ്ടെങ്കിൽ ആ കമ്പനിക്ക് പുറത്ത് നല്ലൊരു പേരുണ്ടാകും. അതായത് എംപ്ലോയർ ബ്രാൻഡിംഗ് മെച്ചപ്പെടും. ഈ വലിയ പ്രക്രിയയെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ 4 ഘട്ടങ്ങളായി തിരിക്കാം. ഒന്നാമത്തേത് പ്ലാനിംഗ്, അതായത് നമുക്ക് എങ്ങനെയുള്ള ഒരാളെയാണ് വേണ്ടത്, എന്ത് കഴിവുകളാണ് ആവശ്യമെന്നൊക്കെ തീരുമാനിക്കുന്ന ഘട്ടം. രണ്ടാമത്തേത് സോഴ്സിംഗ്, ഉദ്യോഗാർത്ഥികളെ എവിടെ നിന്ന് കണ്ടെത്തണം, പത്രത്തിലൂടെയാണോ ഓൺലൈൻ വഴിയാണോ അതോ കോളേജുകൾ പോയാണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെയാണ്. മൂന്നാമത്തെ ഘട്ടം സ്ക്രീനിംഗ് ആൻഡ് സെലക്ഷൻ, കിട്ടിയ അപേക്ഷകളൊക്കെ പരിശോധിച്ച് അഭിമുഖങ്ങൾ നടത്തി ഏറ്റവും നല്ല ആളെ കണ്ടെത്തുന്നു. അവസാനമായി ഇൻറ്റിഗ്രേഷൻ ആൻഡ് റിവ്യൂ, പുതിയ ആളെ കമ്പനിയുടെ ഭാഗമാക്കി മാറ്റുന്നു. അതോടൊപ്പം ഈ പ്രക്രിയ എത്രത്തോളം വിജയകരമായിരുന്നു എന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തെക്കുറിച്ചാണ്. നമുക്ക് വേണ്ട ആളെ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തണോ അതോ പുറത്തുനിന്ന് അന്വേഷിക്കണോ? ഇതിന് 2 വഴികളുണ്ട്. ഒന്ന് ഇന്റേണൽ സോഴ്സിംഗ്, അതായത് കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ സ്ഥാനക്കയറ്റം നൽകുകയോ മറ്റോ ചെയ്യുന്നത്. ഇതിന് ചെലവ് കുറവാണ്, പുതിയ പരസ്യങ്ങളൊന്നും വേണ്ട, വരുന്നയാൾക്ക് കമ്പനിയുടെ രീതികളൊക്കെ നേരത്തെ അറിയുകയുമാവാം. മറുവശത്ത് എക്സ്റ്റേണൽ സോഴ്സിംഗ് വഴി പുറത്തുനിന്ന് ആളെ എടുക്കുമ്പോൾ പുതിയ ചിന്തകളും കഴിവുകളും കമ്പനിയിലേക്ക് വരും. ചിലപ്പോൾ കമ്പനിക്കകത്തില്ലാത്തൊരു വൈദഗ്ധ്യം നമുക്ക് പുറത്തുനിന്ന് കിട്ടിയെന്നിരിക്കും. എന്നാൽ എല്ലാത്തിനും ഒരു മറുവശമുണ്ടല്ലോ. ഇന്റേണൽ സോഴ്സിംഗിൽ ചിലപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ അധികം ആളുകളുണ്ടാകില്ല. ഒരു സ്ഥാനക്കയറ്റം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് കിട്ടാത്ത മറ്റുള്ളവർക്കൊരു പക്ഷേ വിഷമം തോന്നാം. ഇനി എക്സ്റ്റേണൽ സോഴ്സിംഗിന്റെ കാര്യം നോക്കിയാൽ അതിന് പണവും സമയവും കൂടുതൽ വേണം. പിന്നെ ഏറ്റവും വലിയൊരു റിസ്ക് പുറത്തുനിന്ന് വരുന്നയാൾ നമ്മുടെ കമ്പനിയുടെ കൾച്ചറുമായി പൊരുത്തപ്പെട്ടു പോകുമോ എന്നുള്ളതാണ്. നമ്മുടെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ശരിയായ തിരഞ്ഞെടുപ്പ്. അപേക്ഷകരുടെ ആ വലിയൊരു കൂട്ടത്തിൽ നിന്ന് ആ ഒരാളെ, ഏറ്റവും മികച്ച ആളെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ സെലക്ഷൻ? റിക്രൂട്ട്മെന്റ് വഴി നമുക്ക് ഒരുപാട് അപേക്ഷകരുടെ ഒരു പൂള് കിട്ടി. ഇനി അതിൽ നിന്ന് നമ്മുടെ ജോലിക്ക് ഏറ്റവും ചേർന്ന വ്യക്തിയെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ. ഇത് ശരിക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും കൾച്ചറിനും ചേർന്ന ഒരാളെ ശ്രദ്ധയോടെ തെരഞ്ഞെടുക്കുന്നത് പോലെയാണ്. സെലക്ഷൻ പ്രോസസ്സിനെ നമുക്കൊരു ഫണൽ പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയാലോ? റിക്രൂട്ട്മെന്റ് വഴി കിട്ടുന്ന 100 കണക്കിന് അപേക്ഷകർ ആ ഫണലിന്റെ മുകൾ ഭാഗം അങ്ങ് നിറയ്ക്കുന്നു. അങ്ങനെ ഓരോ ഘട്ടം കഴിയുമ്പോഴും യോഗ്യതയില്ലാത്തവർ പുറത്തായി. ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. ആദ്യം ബയോഡേറ്റ നോക്കി ഒരു പ്രാഥമിക സ്ക്രീനിംഗ് നടത്തും. പിന്നെ പരീക്ഷകളിലൂടെയും മറ്റും അവരുടെ കഴിവുകൾ അളക്കും. അത് കഴിഞ്ഞ് വിശദമായ അഭിമുഖങ്ങളും റെഫറൻസ് ചെക്കും, അതായത് അവർ മുൻപ് ജോലി ചെയ്ത സ്ഥലങ്ങളിൽ വിളിച്ചന്വേഷിക്കുന്നതും നടത്തും. അങ്ങനെ ഫണലിന്റെ ഏറ്റവും താഴെ എത്തുമ്പോൾ ആ ഒരേ ഒരു മികച്ച വ്യക്തി മാത്രം ബാക്കിയാവും. അവർക്ക് നമ്മൾ ജോലി ഓഫർ ചെയ്യും. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ഇതിൽ ചില വെല്ലുവിളികളുണ്ട്. ഉദാഹരണത്തിന് അൺകോൺഷ്യസ് ബയസ്, അതായത് ഇന്റർവ്യൂ ചെയ്യുന്നയാൾക്ക് ചിലപ്പോൾ തന്നോട് സാമ്യമുള്ള ഒരാളോട് അറിയാതെ ഒരു താൽപ്പര്യം തോന്നാം. അത് തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കാം.
അതുപോലെ സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രം പ്രാധാന്യം നൽകുമ്പോൾ ഒരുപക്ഷെ നല്ല ക്രിയേറ്റിവിറ്റിയുള്ള പക്ഷേ മാർക്ക് കുറഞ്ഞ ഒരാളെ നമ്മൾ അറിയാതെ ഒഴിവാക്കിയേക്കാം. ശരി, അപ്പം നമ്മൾ ഒരാൾക്ക് ജോലി കൊടുത്തു. അതോടെ കാര്യങ്ങൾ തീർന്നോ? ഇല്ല. യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പുതിയ ജീവനക്കാരനെ സ്ഥാപനവുമായി യോജിപ്പിക്കുന്നതും അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതുമാണ് അടുത്ത പടി. ഇതിലാദ്യത്തേതാണ് ഇൻഡക്ഷൻ. ഇതൊരു വെൽക്കം പരിപാടി പോലെയാണ്. പുതിയതായി വരുന്നയാൾക്ക് ഓഫീസ് പരിചയപ്പെടുത്തി കൊടുക്കുക, പ്രധാനപ്പെട്ട ആളുകളെ കാണിക്കുക, കമ്പനിയുടെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് ഇൻഡക്ഷനിൽ നടക്കുന്നത്. അവരുടെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ടെൻഷൻ കൊടുക്കാൻ ഇത് സഹായിക്കും. എന്നാൽ ഓൺബോർഡിംഗ് അങ്ങനെയല്ല. ഇൻഡക്ഷൻ 1-2 ദിവസത്തെ കാര്യമാണെങ്കിൽ ഓൺബോർഡിംഗ് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. പുതിയ ജീവനക്കാരനെ ശരിക്കും നമ്മുടെ ടീമിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയെടുക്കുക, അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുക, ഒരു മെന്ററെ നൽകുക, ഇതെല്ലാം ഓൺബോർഡിംഗിന്റെ ഭാഗമാണ്. ഈ സ്ലൈഡിൽ ആ വ്യത്യാസം വളരെ വ്യക്തമാണ്. കണ്ടില്ലേ? ഇൻഡക്ഷൻ കുറഞ്ഞ കാലയളവിലേക്കാണ്, പ്രധാനമായും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലാണ് ശ്രദ്ധ. എന്നാൽ ഓൺബോർഡിംഗ് ദീർഘകാലത്തേക്കുള്ളതാണ്. പരിശീലനത്തിനും ഇൻ്റഗ്രേഷനുമാണ് മുൻഗണന. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ഇൻഡക്ഷൻ ജോലി തുടങ്ങാൻ സഹായിക്കും, എന്നാൽ നല്ലൊരു ഓൺബോർഡിംഗ് ആ ജീവനക്കാരനെ കമ്പനിയിൽ തന്നെ നിലനിർത്താൻ സഹായിക്കും. ഇനി നമുക്ക് വളർച്ചയുടെ കാര്യങ്ങൾ നോക്കാം. അതിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രൊമോഷൻ, അല്ലേ? നിലവിലുള്ള ജോലിയിൽ നിന്ന് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഉയർന്ന പദവിയും പിന്നെ തീർച്ചയായും നല്ല ശമ്പള വർധനവും കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇതൊരു തരം അംഗീകാരം കൂടിയാണ്. അടുത്തത് ട്രാൻസ്ഫർ. ഇവിടെ പദവിയിൽ ഉയർച്ചയൊന്നും വരുന്നില്ല, പക്ഷേ ജോലിസ്ഥലം മാറുന്നു. സാധാരണയായി അതേ തലത്തിലുള്ള മറ്റൊരു റോളിലേക്കായിരിക്കും മാറുക. ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാറുന്നത് ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. ഇത് ചിലപ്പോൾ കമ്പനിയുടെ ആവശ്യത്തിനാകാം, അല്ലെങ്കിൽ ആ ജീവനക്കാരന് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു അവസരവുമാകാം. അപ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. പ്രൊമോഷൻ എന്ന് പറയുന്നത് മുകളിലേക്കുള്ളൊരു ചലനമാണ്. സാധാരണയായി ശമ്പളം കൂടും. എന്നാൽ ട്രാൻസ്ഫർ ഒരു വശത്തേക്കുള്ള ചലനമാണ്, അതായത് ലാറ്ററൽ മൂവ്മെന്റ്. അവിടെ ശമ്പളത്തിൽ മാറ്റം വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു നോക്കിയാലോ? റിക്രൂട്ട്മെന്റ് കഴിവുള്ളവരുടെ ഒരു കൂട്ടത്തെ, അതായത് ഒരു ടാലന്റ് പൂൾ ഉണ്ടാക്കുന്നു. സെലക്ഷൻ ആ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മികച്ചയാളെ തിരഞ്ഞെടുക്കുന്നു. ഓൺബോർഡിംഗ് പുതിയ ആളെ ദീർഘകാല വിജയത്തിനായി കമ്പനിയുമായി സംയോജിപ്പിക്കുന്നു. പിന്നെ പ്രൊമോഷനും ട്രാൻസ്ഫറും അവരുടെ ഭാവിയുടെ വളർച്ചാപാതകളായി മാറുന്നു. പോകുന്നതിനു മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം. ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്, അതായത് AI-ക്ക് അപേക്ഷകൾ നോക്കാനും ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാനുമൊക്കെ പറ്റും. ഒരുപാട് ജോലികൾ ഇപ്പോൾ റിമോട്ടാണ്, വീട്ടിലിരുന്ന് ചെയ്യാം. ഈയൊരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ ഹയറിംഗ് ഘട്ടങ്ങളിൽ ഏതാണ് ഭാവിയിൽ ഒരുപക്ഷെ ഇല്ലാതായി പോകാൻ സാധ്യത? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമുക്കടുത്ത തവണ കാണാം.